ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമ്മൾ സാധാരണ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയാറുണ്ട്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? കൃത്യമായി ഓർഗനൈസേഷനിലെ ആളുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ്, ആർക്കൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആരുടെയൊക്കെയാണ് റോളുകൾ എവിടെയൊക്കെയാണുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ശരിക്കും ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പലപ്പോഴും പല ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോൾ ഇതിൽ കാണുന്ന 6 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രശ്നം, നമ്മൾ ഏറ്റവും ഭീകരമായിട്ടുള്ളതും ആദ്യത്തേതുമായിട്ടുള്ള പ്രശ്നം ലാക്ക് ഓഫ് റോൾ ക്ലാരിറ്റിയാണ്. പലപ്പോഴും ഓർഗനൈസേഷനുകളിൽ ചിലപ്പോൾ ഈ സ്ട്രക്ചറൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആര് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി പലപ്പോഴും ഉണ്ടാവില്ല. ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഞാനാണോ ചെയ്യേണ്ടത് അതോ മറ്റേ ആളാണോ ചെയ്യേണ്ടത്? ഈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനും അയാളും അത് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ഓരോ ഘട്ടത്തിൽ നിൽക്കുന്ന, ഓരോ ലെവലിൽ നിൽക്കുന്ന ആളുകളുടെ റോളുകൾ, ടാസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഡയഗ്രാം മാത്രമല്ല, ആ ബ്ലോക്ക് ഡയഗ്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും റോളിനകത്ത് ക്ലാരിറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ടൂ മച്ച് ഹൈറാർക്കിയാണ് പലപ്പോഴും കാണുക. ഈ ജാപ്പനീസ് ഓർഗനൈസേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻസ് ആണ്, ഹൈറാർക്കി കുറവായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള ഓർഗനൈസേഷനുകളിൽ ചിലപ്പോൾ ഒരു 10 ലെവൽ ഹൈറാർക്കിയൊക്കെ കാണാം. അതായത് ഏറ്റവും താഴെയുള്ള ആളിൽ നിന്ന് സിഇഒയിലോ അല്ലെങ്കിൽ MDയിലേക്കോ ഒക്കെ എത്തണമെങ്കിൽ 10 ലെവലുകൾ കഴിയണം, 10ഓ 15ഓ ഒക്കെ ലെവൽസ് കഴിയണം. അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു ഹൈറാർക്കിയുള്ള ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരുപാട് റിപ്പോർട്ടിംഗ് നൂലാമാലകൾ ഉണ്ടാകും, ഒരുപാട് റെഡ് ടേപ്പിസം അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടി അടുത്ത ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ഒരു പ്രശ്നം, അത് വളരെ കോമൺ ആയിട്ട് കേരളത്തിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. എത്ര അധികം ആളുകൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുണ്ടെങ്കിലും ഇവരെല്ലാവരും അൾട്ടിമേറ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ജനറൽ മാനേജർക്കോ ഒരു സിഇഒനോ ആയിരിക്കും. എല്ലാവരെയും സിഇഒ തന്നെ മാനേജ് ചെയ്യുന്നു, എല്ലാവരെയും അല്ലെങ്കിൽ MD തന്നെ മാനേജ് ചെയ്യുന്നു എന്ന അവസ്ഥ. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ നടക്കുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്ന പരിപാടി അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി സിഇഒ തന്നെ ചെയ്യുന്ന അവസ്ഥയാണ്. ഇത്തരം ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുള്ളതെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്നത് വളരെ പുവറായിട്ടാണ്, മാത്രമല്ല നിങ്ങൾക്ക് സമയം കിട്ടുന്നുമുണ്ടാവില്ല. അപ്പോൾ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിൽ നിന്ന് ഡെലിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട്. അടുത്ത ഒരു പ്രശ്നം ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള വർക്ക് ലോഡാണ്. ഈ വർക്ക് ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് മാൻ പവർ പ്ലാനിംഗ് ഒക്കെ കൃത്യമായിട്ട് നടത്തേണ്ടത്. എത്ര ആളുകൾ ഇന്ന സ്ഥലത്ത് വേണം, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര വേണം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ആരൊക്കെ എന്ത് ടാസ്കുകൾ ചെയ്യണമെന്നും ഓ ടാസ്കിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്നും എത്ര സമയം ഇതിനു വേണ്ടി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നും ഇതൊന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനോ പറയാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ ഇഷ്യൂ ആണ്. പല ടീമുകളും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, പല ടീമുകൾക്കും ഒരു വർക്കും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ വന്ന് വെറുതെ ഇരുന്ന് സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുന്നവരും, പാട്ട് കേട്ടിരിക്കുന്നവരും, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരും, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായി വരുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ടീം പലപ്പോഴും പല ഓർഗനൈസേഷനിലും ഉണ്ടാകും. അപ്പോൾ ഇവരെ കൃത്യമായി എൻഗേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ വർക്ക് ഫോഴ്സ് പ്ലാനിങ് കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും അൺബാലൻസ്ഡ് ആയിട്ടുള്ള ടീമുകൾ ഓർഗനൈസേഷനകത്ത് തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷനകത്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പണിയെടുക്കുന്ന ആൾക്കാർക്ക് പണിയെടുക്കാത്ത ആൾക്കാരെ കാണുമ്പോൾ ദേഷ്യം വരും ഒബ്വിയസ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അൺബാലൻസ് അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ പുവർ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളതാണ്. പലപ്പോഴും മാർക്കറ്റിങ്ങും സെയിൽസും തമ്മിൽ കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയില്ല, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കില്ല ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും പർച്ചേസും സെയിൽസും തമ്മിൽ നല്ല കോർഡിനേഷൻ ആവശ്യമാണ്. സെയിൽസിലേക്ക് ആവശ്യമുള്ള, മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷനോ കമ്മ്യൂണിക്കേഷനോ ഉള്ള കൃത്യമായിട്ടുള്ള സിസ്റ്റംസോ പോളിസീസോ ഈ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതൊരു റിയൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് സത്യം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കണ്ടിട്ടുള്ള 99% ഓർഗനൈസേഷൻസിലും ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളിലും ഞാനിത് കണ്ടിട്ടില്ല. ഇത് KPIസും പെർഫോമൻസ് മാനേജ്മെൻറ്റ് മെട്രിക്സുമാണ്.
പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാകണമെങ്കിൽ ഓരോരുത്തരുടെയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടണം. എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് അളക്കുന്നത് എന്നുള്ളതിന് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പെർഫോമൻസ് മെട്രിക്സ് ഉണ്ടാവണം. എല്ലാ മാസവും പറ്റുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവരുടെ പെർഫോമൻസ് അളക്കുകയും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു മാർക്ക് ഇടുകയും ചെയ്യണം. എങ്കിലാണ് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് അവരെ ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ നാളെ ഒരു പ്രൊമോഷൻ അടക്കം കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വെറുതെ വരച്ചു വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഒന്നുറപ്പിക്കുക, ഈ 6 കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എന്ന് ഉറപ്പിക്കുക. എന്തെങ്കിലും തരത്തിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ റീവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ എപ്പോഴാണെങ്കിലും കണക്ട് ചെയ്യുകയും ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.